നമസ്കാരം. ഇറാൻ US യുദ്ധത്തിന്റെ സാധ്യതകൾ ഉയർന്നു കഴിഞ്ഞു. ഏത് നിമിഷവും യുദ്ധം പൊട്ടിപ്പുറപ്പെടാവുന്ന സാഹചര്യത്തിൽ ഇന്ത്യ അതിവേഗം ജാഗ്രതാ നിർദ്ദേശവും മുൻകരുതലുകളും സ്വീകരിച്ചു കഴിഞ്ഞു. അതിനു മുന്നോടിയായി US ആക്രമണ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇറാനിലുള്ള ഇന്ത്യൻ പൗരന്മാരോട് രാജ്യം വിടാൻ നിർദ്ദേശം ഇന്ത്യ നൽകി കഴിഞ്ഞു. വാണിജ്യ വിമാനങ്ങൾ ഉൾപ്പെടെ ലഭ്യമായ മാർഗങ്ങളിലൂടെ എത്രയും വേഗം ഇറാൻ വിടണമെന്നാണ് ഇന്ത്യൻ എംബസി ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിദ്യാർത്ഥികൾ, തീർത്ഥാടകർ, വ്യവസായികൾ, വിനോദസഞ്ചാരികൾ തുടങ്ങി ഇറാനിലുള്ള എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും ഈ മുന്നറിയിപ്പ് ബാധകമാണ്. ഇറാനും US തമ്മിലുള്ള സംഘർഷം വീണ്ടും ഉയരുന്ന പശ്ചാത്തലത്തിൽ ഇറാനിലുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് രാജ്യം വിടാൻ ഇന്ത്യൻ എംബസി നൽകിയ നിർദ്ദേശം സാധാരണ സുരക്ഷാ മുന്നറിയിപ്പായി മാത്രം കാണാൻ കഴിയില്ല. അത് ഇന്ത്യയുടെ വിദേശ നയവും ദേശീയ സുരക്ഷാ കണക്കുകൂട്ടലുകളും ഒരുമിച്ചുള്ള ഒരു നിർണായക നീക്കമാണ്. വിദ്യാർത്ഥികൾ, തീർത്ഥാടകർ, വിനോദസഞ്ചാരികൾ തുടങ്ങി ഇറാനിലെ എല്ലാ ഇന്ത്യൻ പൗരന്മാരോടും എത്രയും വേഗം ലഭ്യമായ മാർഗങ്ങളിലൂടെ രാജ്യം വിടണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് സ്ഥിതിഗതികൾ എത്രത്തോളം ഗൗരവകരമാണ് എന്നതിന്റെ സൂചനയാണ്. ഇറാൻ US ബന്ധം ദശാബ്ദങ്ങളായി ശത്രുതയിൽ ഊന്നിയതാണ്. ആണവ കരാർ, ഉപരോധങ്ങൾ, പശ്ചിമേഷ്യയിലെ സൈനിക സാന്നിധ്യം, പ്രോക്സി സംഘർഷങ്ങൾ എന്നിവ ഈ ബന്ധത്തെ നിരന്തരം അസ്ഥിരമാക്കും. നേരിട്ടുള്ള യുദ്ധ സാധ്യത കുറവാണെന്ന് ചില വിശകലനങ്ങൾ പറയുന്നുണ്ടെങ്കിലും പരിമിതമായ സൈനികാക്രമണങ്ങൾ, സൈബർ ആക്രമണങ്ങൾ, കടൽ മാർഗങ്ങളിലെ സംഘർഷങ്ങൾ എന്നിവ വേഗത്തിൽ വ്യാപക പ്രതിസന്ധിയിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട്. അത്തരമൊരു സാഹചര്യം രൂപപ്പെട്ടാൽ അതിന്റെ ആഘാതം പ്രാദേശിക പരിമിതമായിരിക്കില്ല, ആഗോള സാമ്പത്തിക രാഷ്ട്രീയ ക്രമീകരണങ്ങളിലേക്കും വ്യാപിക്കുമെന്നതാണ് ഭയപ്പെടുത്തുന്ന യാഥാർത്ഥ്യം. ഇന്ത്യക്ക് ഇതിന്റെ ഏറ്റവും ആദ്യത്തെ ഗുരുതരമോ പ്രത്യാഘാതം ഊർജ്ജ സുരക്ഷയിലാണ്. ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയിൽ വലിയൊരു പങ്ക് പശ്ചിമേഷ്യയിൽ നിന്നാണ്. ഹോർമോസ് കടലിടുക്കിലൂടെ കടന്നു പോകുന്ന എണ്ണക്കപ്പലുകൾ തടസ്സപ്പെടുകയോ ആക്രമിക്കപ്പെടുകയോ ചെയ്താൽ ആഗോള എണ്ണവില കുതിച്ചുയരും. അത് ഇന്ത്യയിലെ പെട്രോൾ, ഡീസൽ വില വർധനവിലൂടെയും വിലക്കയറ്റത്തിലൂടെയും സാമ്പത്തിക മാന്ദ്യത്തിലൂടെ ജനജീവിതത്തെ സാരമായി ബാധിക്കും. രൂപയുടെ മൂല്യം ഇടിയാനും സാധ്യതയുണ്ട്. സാമ്പത്തിക വളർച്ചയുടെ വേഗത കുറയുക എന്നത് ദീർഘകാല പ്രത്യാഘാതമായിരിക്കും സൃഷ്ടിക്കുക. ഇനി രണ്ടാമതായി, പശ്ചിമേഷ്യയിൽ ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് ഇന്ത്യൻ പ്രവാസികളുടെ സുരക്ഷയും ഇന്ത്യക്ക് നിർണായകമാണ്. ഇറാനിൽ മാത്രമല്ല, ഇറാഖ്, UAE, സൗദി അറേബ്യ തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളിലും സംഘർഷത്തിന്റെ തരംഗ ഫലങ്ങൾ അനുഭവപ്പെടാം. വിമാനയാത്രകൾ നിർത്തിവെക്കൽ, തുറമുഖങ്ങൾ അടക്കൽ, ആശയവിനിമയ തടസ്സങ്ങൾ തുടങ്ങിയവ അടിയന്തര ഒഴിപ്പിക്കൽ പ്രവർത്തനങ്ങളെ കൂടുതൽ ദുഷ്കരമാക്കും. മുമ്പ് യമനിലും യുക്രൈനിലും നടന്ന ഒഴിപ്പിക്കൽ ദൗത്യങ്ങൾ പോലെ വലിയ തോതിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ ആവശ്യമായി വരാം. മൂന്നാമതായി, ഇന്ത്യയുടെ തന്ത്രപ്രധാന നയതന്ത്ര നിലപാടും പരീക്ഷിക്കപ്പെടുമെന്നുള്ളതാണ്. ഇറാനുമായി ഇന്ത്യക്ക് ചരിത്രപരമായ സാംസ്കാരിക ബന്ധമുണ്ട്. ചബഹാർ തുറമുഖം പോലുള്ള പദ്ധതികൾ ഇന്ത്യയുടെ പ്രാദേശിക തന്ത്രത്തിന്റെ ഭാഗമാണ്. അതേസമയം US-മായി ഇന്ത്യക്ക് ശക്തമായ പ്രതിരോധ സാമ്പത്തിക ബന്ധവും നിലനിൽക്കുന്നുണ്ട്. ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള തുറന്ന യുദ്ധ സാഹചര്യത്തിൽ ഇന്ത്യക്ക് നിഷ്പക്ഷത പാലിക്കേണ്ടി വരും. പക്ഷേ ആ നിഷ്പക്ഷത തന്നെ ഇരുവശത്തു നിന്നും സമ്മർദ്ദങ്ങൾ സൃഷ്ടിക്കുമെന്ന കാര്യവും ഉറപ്പാണ്. അതിനാൽ സൂക്ഷ്മവും തുല്യതയുള്ളതുമായ വിദേശ നയം ഇന്ത്യക്ക് അനിവാര്യമാണ്. ഈ സാഹചര്യത്തിൽ മോദി സർക്കാരിന്റെ മുൻകരുതൽ നിർദ്ദേശം ദൂരദർശിത്വം പുലർത്തുന്നതാണ്. അപകടം സംഭവിച്ചതിനു ശേഷം പ്രതികരിക്കുന്നതിലുപരി മുൻകൂട്ടി പൗരന്മാരെ സുരക്ഷിതരാക്കുക എന്നതാണ് ഉത്തരവാദിത്തമുള്ള ഭരണത്തിന്റെ അല്ലെങ്കിൽ ഭരണകൂടത്തിന്റെ ലക്ഷണം. ലഭ്യമായ വാണിജ്യ വിമാനങ്ങൾ ഉപയോഗിച്ച് ഉടൻ രാജ്യം വിടാൻ ആവശ്യപ്പെട്ടത് പിന്നീട് വിമാനയാത്രകൾ നിർത്തിവെക്കപ്പെടാനുള്ള സാധ്യത കണക്കിലെടുത്തുള്ള മുൻകൂട്ടിയുള്ള നീക്കമാണ്. ഇതൊരു രാഷ്ട്രീയ പ്രസ്താവനയല്ല, മനുഷ്യജീവൻ മുൻനിർത്തിയുള്ള നടപടിയാണ്. എന്നാൽ മുന്നറിയിപ്പ് മാത്രം മതിയാകില്ല. സാധ്യതയുള്ള യുദ്ധത്തിന്റെ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ നേരിടാൻ ഇന്ത്യ അടിയന്തര ഊർജ്ജ ശേഖരങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതുകൂടിയുണ്ട്. വിതരണ സ്രോതസ്സുകൾ വൈവിധ്യമാക്കണം. ധനകാര്യ സ്ഥിരത ഉറപ്പാക്കാൻ തയ്യാറെടുപ്പുകൾ നടത്തണം. കൂടാതെ നയതന്ത്ര തലത്തിൽ സംഘർഷം കുറയ്ക്കാനുള്ള ശ്രമങ്ങളിൽ ഇന്ത്യ സജീവ പങ്കാളിയാകേണ്ടതുണ്ട്. സമാധാനപരമായ പരിഹാരത്തിന് വേണ്ടി ആഗോള വേദികളിൽ ശബ്ദം ഉയർത്തുന്നതും ഇന്ത്യയുടെ ഉത്തരവാദിത്തമാണ്. ഇറാൻ US യുദ്ധ സാധ്യത യാഥാർത്ഥ്യമാകുമോ എന്നത് അനിശ്ചിതമാണ്. എന്നാൽ ആ അനിശ്ചിതത്വം തന്നെ വലിയ അപകടമാണ്. ആ അപകട സാധ്യത കണക്കിലെടുത്ത് സ്വന്തം പൗരന്മാരെ സംരക്ഷിക്കാൻ ഇന്ത്യ എടുത്ത നീക്കം പ്രായോഗികവും ദൂരദർശിത്വമുള്ളതുമാണ്. ആഗോള സംഘർഷങ്ങളുടെ കാലഘട്ടത്തിൽ ദേശീയ താല്പര്യവും മനുഷ്യ സുരക്ഷയും ഒരുപോലെ മുൻനിർത്തുന്ന സമീപനമാണ് ഇന്ത്യക്ക് മുന്നോട്ട് പോകാനുള്ള ഏക മാർഗം.